ഹലോ, പത്തനംമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. നയനയ്ക്ക് കിട്ടുന്ന അവാർഡിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവയാനി പറയുന്നുണ്ട്, അവാർഡൊക്കെ കൊടുക്കട്ടെ, പക്ഷേ ആരോട് ചോദിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന് അറിയണ്ടേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് എന്ന് കൂടി വിളിച്ചു പറയെടുത്തി. ദേവയാനി സമ്മതഭാവത്തിൽ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട്, പ്രായം ഇത്രയായി, അതുകൊണ്ടാണ് നിന്നെ തല്ലാത്തത്, തല്ലുകൊള്ളിത്തരം മാത്രമേ നീ പറയുന്നുള്ളൂ. പിന്നെ കാണിക്കുന്നത് ആൻമേരിയാണ്. ആൻമേരി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആൻമേരിയുടെ ഫോണിൽ ആര് വിളിക്കുന്നുണ്ട്? ദേവയാനി വിളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, എല്ലാം റെഡിയായിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആദർശിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, ആൻറ്റിക്കും ഞാൻ അയച്ചു തരാം എന്നും പറഞ്ഞ് ആൻറ്റി ഫോൺ കട്ട് ചെയ്യും, ഞാൻ ഇപ്പോൾ തന്നെ ആൻറ്റിക്ക് അയച്ചു തരാം അതിൻ്റെ നോട്ടീസൊക്കെ എന്ന് പറയുന്നുണ്ട് ആൻമേരി. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് ആൻമേരി അയച്ചു കൊടുത്ത നോട്ടീസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദർശിന് വളരെ സന്തോഷത്തിലാണ് ആദർശ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായയുമായി നമ്മുടെ നയന വരുന്നുണ്ട്. ചായ വാങ്ങിയിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ ചായയുടെ ആവശ്യമൊന്നുമില്ല, ക്ഷീണമൊക്കെ മാറി. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് നയന. നിൻ്റെ വാലായി പോയില്ലേ ഞാൻ, ഇതാ നോക്ക് എന്ന് പറഞ്ഞ് ആദർശ നയനയെ ആ വർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് നയന പറയുന്നുണ്ട്, എന്നോട് ചോദിക്കാതെയാണോ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്, എനിക്കിതിലൊന്നും താല്പര്യമില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷേ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഒരു റെക്കമെൻഡേഷനും കൂടാതെ നിൻ്റെ കഴിവിന് കിട്ടിയ അംഗീകാരമാണിത്. ആര് പറഞ്ഞു റെക്കമെൻഡേഷൻ ഇല്ലെന്ന്? എൻ്റെ ബലമായ സംശയം ഇത് ആദർശേട്ടൻ പണം കൊടുത്ത് ശരിയാക്കിയതാണ് എന്നാണ്. അപ്പോൾ ആദർശിന് ദേഷ്യം വരുന്നുണ്ട്, പണം കൊടുത്ത് അവാർഡ് വാങ്ങാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല, ഇത് നിൻ്റെ കഴിവിന് കിട്ടിയ പുരസ്കാരമാണ്. ഇത് നിനക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് തന്നെ അഭിമാനമാണ്. നിന്നെ ഏത് നേരവും ചവിട്ടി താഴ്ത്തുന്ന ചിലരുണ്ടല്ലോ ഈ വീട്ടിൽ, എൻ്റെ അമ്മ ഉൾപ്പെടെ, അവരൊക്കെ ഇതൊന്ന് കാണട്ടെ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകും അമ്മയുടെ മരുമകൾ നിസ്സാരക്കാരിയല്ല എന്ന്. എന്തായാലും ഇത്ര പെട്ടെന്ന് നിനക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, ഇത് നിനക്കൊരു പ്രോത്സാഹനമാണ്. അതേ നോക്ക്, എന്ത് സുന്ദരിയായിട്ടാണ് നീ ഉള്ളത് എന്ന് പറഞ്ഞ് ആദർശ് വീണ്ടും അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവർ ഇതൊക്കെ പോസ്റ്ററൊക്കെ അടിക്കും, നീ അറിയാതെ നീ ഫേമസ് ആയി കൊണ്ടിരിക്കുകയാണ്, നയന കളക്ഷൻ എന്നുള്ള ആ പേരും. ഇതേ നോക്ക്, നയന ആദർശ് എന്ന് പറഞ്ഞ് ആ വർക്ക് വീണ്ടും കാണിച്ചു കൊടുത്ത് ആദർശ് പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ നിൻ്റെ വാലായി എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ വാലാവുകയൊന്നും വേണ്ട, തല ഉയർത്തി മുൻപിൽ നടക്കുന്നതാണ് എനിക്കിഷ്ടം, എനിക്ക് ആദർശേട്ടൻ്റെ പിന്നിൽ നടന്നാൽ മതി, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് വീണ്ടും നയനയുടെ ഫോട്ടോ ആ വർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നയന ഈ വർക്ക് നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നവ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതിലിടയ്ക്ക് നയന പറയുന്നുണ്ട്, ഈ അവാർഡ് വാങ്ങണമോ വേണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്കിതിനോട് താല്പര്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ എന്താ പറഞ്ഞേ? അപ്പോൾ നിൻ്റെ പേരും വെച്ച് ഈ ഫംഗ്ഷൻ നടത്തുന്നവരെ കരിവാരി തേക്കാനാണോ നീ ശ്രമിക്കുന്നത്? നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇത് എല്ലാവരെയും വിളിച്ചറിയിച്ച് അന്നത്തെ ദിവസം കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയേനെ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഏതായാലും ഒന്ന് ആലോചിക്കട്ടെ, ഈ കാര്യത്തിൽ ആലോചനയൊന്നും വേണ്ട, അന്നത്തെ ദിവസം പോയി നീ അവാർഡ് വാങ്ങുക തന്നെ വേണം, 2 വാക്ക് സംസാരിക്കുകയും വേണം. ആ സമയത്ത് അച്ഛനമ്മയുടെ പേരൊക്കെ പറയുമ്പോൾ നീ എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ നയന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കൊള്ളാലോ എന്നൊക്കെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയല്ലേ നമ്മളൊക്കെ ഒന്ന് ഫേമസ് ആവുക, ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു അനിയത്തി SI, ഒരു അനിയത്തി ഡിസൈനർ. അപ്പോഴേക്കും നയന എന്തോ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ വെറുതെ വിടാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ഇത് കണ്ട് നവ്യ ചോദിക്കുന്നു, നീ എന്താ ചിന്തിക്കുന്നത്? നിനക്ക് സ്റ്റേജിൽ കയറാൻ പേടിയൊന്നുമില്ലല്ലോ? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയൊന്നുമില്ല, പക്ഷേ ഇവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. നവ്യ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ തൽക്കാലം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നയന അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയെയും ഗോവിന്ദനെയുമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നന്ദു വന്ന് നയനയ്ക്ക് കിട്ടുന്ന അവാർഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ചേച്ചി അനന്തപുരിയിലെ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ നല്ല മനസ്സിനും കഴിവിനും കിട്ടുന്ന അംഗീകാരമാണിത്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവളെ വെറുക്കുന്ന അമ്മ അവളോടുള്ള വെറുപ്പ് മാറ്റി സ്നേഹിക്കട്ടെ എന്നിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ നയന ആൻമേരിയെ വിളിച്ച് പറയുന്നുണ്ട്, ഈ പുരസ്കാരം എനിക്ക് വേണ്ട എന്ന്. അപ്പോൾ ആൻമേരി ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് മേഡം എന്താ വേണ്ട എന്ന് പറയുന്നത്?
ഞാൻ ആദ്യമേ മേഡത്തിനെ വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ സമ്മതം മൂളിയായിരുന്നോ? അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, ഇല്ല, പക്ഷെ ആദർശേട്ടൻ സമ്മതം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അവാർഡ് വാങ്ങിക്കേണ്ടത് ഞാനാണ്, അപ്പോൾ ഞാനാണ് സമ്മതം മൂളേണ്ടത്. ഇത് എൻ്റെ ഒരു പാഷനും ഇഷ്ടവും ഒക്കെയാണ്, അല്ലാതെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അവാർഡ് നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്കുക. ഇത് കേട്ട് ആൻമേരി വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം, ഞങ്ങൾ അതിന് വേണ്ട എല്ലാ പ്രിപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു. നോട്ടീസ് അടിച്ചു കഴിഞ്ഞു, ഹാള് ബുക്ക് ചെയ്തു, വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഡിസൈൻ രംഗത്ത് നിങ്ങൾ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവാർഡ് തരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നയന പറയുകയാണ്, എനിക്ക് അംഗീകാരം വേണ്ട, ഞാൻ എത്രയായാലും ഫംഗ്ഷന് വരില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആൻമേരിയാണ് കാണിക്കുന്നത്. എന്നിട്ട് ആൻമേരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി അമ്മയും മരുമകളും തമ്മിൽ പിണങ്ങി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. എന്നിട്ട് നയന ചിന്തിക്കുന്നുണ്ട്, ഇനി എൻ്റെ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നോക്കട്ടെ. അപ്പോഴേക്കും ആൻമേരി ദേവയാനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ദേവയാനിയും ഷോക്കാകുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ ഞാനാണെന്ന് അവളെങ്ങാനും അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, അത് അറിയാൻ വഴിയില്ല. എനിക്ക് തോന്നുന്നത് ആൻറ്റിയുടെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ മമ്മി എന്ന് നയന മേഡത്തിന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ചിലപ്പോൾ നയന മേഡത്തിന് താല്പര്യം കാണില്ലായിരിക്കും. അത് ആൻറ്റിയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ്. ഇനി എന്ത് വേണമെന്ന് ആൻറ്റി തന്നെ തീരുമാനിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ ഏതായാലും ആദർശനെ വിളിച്ച് കാര്യങ്ങൾ പറ, അവൻ അവളെ തിരുത്തിക്കൊള്ളും. അപ്പോൾ ആൻമേരി ചോദിക്കുന്നുണ്ട്, സാറിനും തിരുത്താൻ പറ്റിയില്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറ്റിയില്ലെങ്കിൽ നമുക്കപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ദേവയാനി. പിന്നെ ആൻമേരി ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, സാറിനറിയാമല്ലോ, ഞങ്ങളെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് മേഡം ഇങ്ങനെ പറയുന്നത്. എങ്ങനെയെങ്കിലും മേഡത്തിനെ കൊണ്ട് അനുകൂലമായ തീരുമാനം എടുപ്പിക്കണം സാർ. അവസാന നിമിഷം ഞങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് വൈഫിനോട് പറയണം. ഇത് കേട്ട് ആദർശ് നയനയെ വിളിക്കുന്നുണ്ട്. ആദർശ് നല്ല ഗൗരവത്തിലാണ്. എന്നിട്ട് നയനെ വിമർശിക്കുന്നുണ്ട്. 99% നിൻ്റെ പ്രവൃത്തി നല്ലതാണ്, പക്ഷേ ഇത് ഭയങ്കര മോശമായിപ്പോയി നയനെ. ഞാൻ പറഞ്ഞാലും നീ അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് അവാർഡ് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. തൽക്കാലം കാരണമൊന്നുമില്ല, ആദർശേട്ടൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് നയന പോകുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അവൾ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കുന്നതല്ലല്ലോ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.